സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ ബ്ലോഗർ തൊപ്പിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി മുഹമ്മദ് നിഹാലിനെയാണ് തൊഴിലാളികൾക്കു നേരെ എയർ പിസ്റ്റൾ ചൂണ്ടിയതിന് കസ്റ്റഡിയിലെടുത്തത്. CK വിജയനുണ്ട് വിശദാംശങ്ങളുമായി. CK, തൊപ്പിയുടെ പേരിൽ ഓരോ മാസവും ഓരോ കേസ് എന്ന തരത്തിലൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. കുറെ കാലമായിട്ട് കേൾക്കാനില്ലായിരുന്നു. ഇപ്പോഴിതാ എയർ പിസ്റ്റൾ ചൂണ്ടി എന്നുള്ളത് ഈ എന്ത് പ്രകോപനമാണ് ഇത്തരം തോക്ക് ചൂണ്ടാനുള്ള രീതിയിലേക്കൊക്കെ എത്തിയത്? ഇത് അനശ്വര പറഞ്ഞത് ശരിയാണ്. കുറച്ചു കാലമായി ഇത്തരത്തിലുള്ള സമൂഹത്തിനിടയിൽ തൊപ്പിയുടെ പേര് അധികം കേട്ടിരുന്നില്ല. പക്ഷേ അതിന് വിപരീതമായി ഇപ്പോൾ വടകരയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. വടകര യഥാർത്ഥത്തിൽ കൈനാട്ടി വെച്ചാണ് സംഭവം ഉണ്ടായത്. അതായത് കോഴിക്കോടേക്ക് വരുന്ന ഒരു ബസ്സും നിഹാലിന്റെ, അതായത് തൊപ്പിയുടെ കാറുമായി ഒന്ന് ഉരസി. ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് തർക്കമുണ്ടായി. പിന്നീട് നേരെ വടകര ബസ് സ്റ്റാൻഡിൽ എത്തുകയും തൊപ്പിയും കൂട്ടരും ബസ് ജീവനക്കാരുമായി പ്രശ്നമുണ്ടാകുകയും ചെയ്തു. ഇതിനിടയിൽ വെച്ചാണ് ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ ഉപയോഗിച്ച് ഇവർക്ക് നേരെ ചൂണ്ടുകയും കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനിടയിൽ വടകരയിൽ ഉണ്ടായിരുന്ന ബസ് ജീവനക്കാർ ഇവരെ തടഞ്ഞു വെക്കുകയും ചെയ്തു. അങ്ങനെ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഇപ്പോൾ ബസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടേക്ക് പോകുന്ന ബസ്സാണ് അത്. കോഴിക്കോട് നിന്നുള്ള ബസ് തിരിച്ച് എത്തിയതിനു ശേഷം അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ നിഹാലിനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ വടകര പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, CK വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തൊപ്പിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് CK വിജയൻ പങ്കുവച്ചത്.